ഡേ ഡേ ഒരു 100 രൂപ ഉണ്ട്. ആ പണി കാശ് കിട്ടിയല്ല, മീൻ മേടിക്കണം. ഉണ്ടോ? എന്നാ പണിക്കാശ് കിട്ടിയാ കിട്ടിയല്ലോ. 100 രൂപ. 700 രൂപ. മീൻ മേടിക്കാൻ പൈസ മേടിച്ചില്ലേ? ആ 100. 100 മീൻ മേടിക്കാൻ മേടിച്ചാൽ എന്തിനാണ്? അത് ശരിയാവൂല. ആ 100 രൂപ. എന്ത് കഷ്ണം കണക്ക് പറഞ്ഞ ആവശ്യം മേടിക്കണം. കുടുംബത്തിലോട്ട് മീൻ മേടിക്കാൻ മേടിച്ചാൽ എന്റെ ആവശ്യത്തിന് മേടിച്ചല്ല. ശമ്പളം കിട്ടിയാ? ആട്ടെ എന്തിനാ കാണിട്ട് നോക്കട്ടെ. കാണാനാണ് കാണണ്ട. എണ്ണണ്ട ഇങ്ങോട്ട് കൊണ്ടാ നോക്കട്ടെ. 1500 ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി അതെന്തിനാണ്? എന്തിനാണെന്നോ? എന്തിനാണെന്നറിയാമോ? നീ എൻ്റെ അത് പെട്രോൾ അടിക്കണം പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പൈസ മേടിക്കാറില്ലേ? ഞാനൊന്നിനും ഒരു കണക്ക് വയ്ക്കാറൊന്നുമില്ല. നിനക്ക് തരുന്ന പൈസക്ക് ഒരു പൈസക്ക് ഞാൻ കണക്ക് വയ്ക്കാറില്ല. പക്ഷെ കുറച്ച് ദിവസമായിട്ടേ നിന്റെ ഞാൻ എന്തെങ്കിലും 50 രൂപ 100 രൂപയൊക്കെ മേടിക്കും, നീ അപ്പം തിരിച്ചു മേടിക്കും. നിന്റെ പൈസക്ക് ഭയങ്കര വിലയാണ്, കണക്കാണ് നിനക്ക്. അപ്പം അതുകൊണ്ടേ ഞാനും കണക്ക് വയ്ക്കാൻ പോകും. ആ പൈസ ഞാൻ മേടിച്ചു എൻ്റെ ഇരിക്കട്ടെ. എനിക്കും വേണമല്ലോ കണക്കൊക്കെ. എൻ്റെ പൈസക്കും വിലയുണ്ട്, അതാണ് മേടിച്ചത്. അയ്യോ സൊസൈറ്റിയിൽ അടക്കാളെ അത് പറ്റൂല. അയ്യോ അത് പറ്റൂല. സൊസൈറ്റിയിൽ അടക്കാളെ സൊസൈറ്റിയിൽ നീ അടച്ചോ, ബാക്കിയുള്ള അടച്ചോ. ബാക്കിയുള്ള കഴിയൂല. പൈസ അത്ര ഉള്ളത്, എന്റെ പൈസക്ക് വിലയുണ്ട്. ചേട്ടൻ എന്തിനാണ് പൈസ? എനിക്ക് പൈസക്ക് ആവശ്യമുണ്ട്. എന്താവശ്യം? എനിക്ക് ആവശ്യമുണ്ട്. ഒരാവശ്യമില്ല. പൈസ ഇടാന്ന് ഒരു രക്ഷയില്ല, നടക്കൂല. എനിക്ക് കിട്ടുന്ന ശമ്പളം 8000 രൂപയാണ്. 8000 അങ്ങനെ തന്നെയാണ് ഞാൻ സൊസൈറ്റിയിൽ കൊണ്ട് അടക്കണത്. അതിന് കറക്റ്റ് കണക്കുണ്ട്. നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ എന്തോരം പൈസ കിട്ടേണ്ട ചേട്ടന്? എന്നിട്ട് അതിന്റെ കണക്കുമല്ലോ ഞാൻ ചോദിക്കണുണ്ടോ? എന്ത് ചെയ്യണ്ടെന്ന് ചോദിക്കണ്ട? എന്ത് ചെയ്യണ ചേട്ടന് പൈസ കൂടുതൽ? ശരിയാടി, അതാടി പ്രശ്നം. ഞാൻ ചെലവാക്കണ പൈസക്ക് ഒരു കണക്കില്ല. ഞാൻ എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് അപ്പനും അമ്മയ്ക്കും ചെലവാക്കണതിന് ഒരു കണക്കും വെച്ചിട്ടില്ല. എൻ്റെ മനസ്സിലും ഇല്ല, എൻ്റെ കടലാസിലും ഇല്ല. പക്ഷെ നീ ചെലവാക്കണ പൈസക്ക് ഭയങ്കര കണക്കാണ്. അത് 50 രൂപയ്ക്കായാലും 100 രൂപയ്ക്കായാലും. ഞാൻ ആ കണക്ക് എഴുതി വെച്ചിട്ടില്ല. ഞാൻ ആ കണക്ക് എഴുതി വെക്കണമെങ്കിലല്ല, നീ അത് കാണണമെങ്കിലല്ല, നിന്റെ കണ്ണടിച്ചു പോകും. ഈ പൈസ എനിക്ക് വേണ്ട, അത് സൊസൈറ്റി കൊണ്ട് അടക്കി. ഞാൻ പിന്നെ ഇത്രയും പറഞ്ഞത് നീ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. എല്ലാ പൈസയ്ക്കും വിലയുണ്ട്. നീ പണിയെടുക്കുന്ന പൈസയ്ക്കായാലും ഞാൻ പണിയെടുക്കുന്ന പൈസയ്ക്കായാലും അതിന് വിലയുണ്ട്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. ഈ പൈസ ഒന്നും എനിക്ക് വേണ്ട. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നിനക്ക് ഇടുന്ന ശമ്പളം നീ 10 പൈസ പുറത്ത് ചിലവാക്കാറില്ല. നിനക്ക് എന്തെങ്കിലും നിന്റെ ആവശ്യങ്ങൾ പോലും നടത്താറില്ല. എന്നിട്ട് ഈ സൊസൈറ്റി കൊണ്ട് അങ്ങനെ കൊണ്ട് നടക്കാറുണ്ട്. അതിന് നിന്നോടൊക്കെ സ്നേഹമൊന്നുമില്ല, മറിച്ച് ബഹുമാനമുള്ളൂ കേട്ടാ. അത് ഞാൻ അഹങ്കരിക്കേണ്ട അധികം കേട്ടാ.